Hi, welcome back to my YouTube channel Kutti Violinist. ഹായ്, എൻ്റെ കുട്ടി വയലിനിസ്റ്റിനും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളായി കാണും എൻ്റെ ഈ മുഖം കണ്ടിട്ട്. ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു സ്റ്റാൻഡിലൊന്നും ഇല്ലാണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സിറ്റൗട്ടിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുക. അപ്പം എന്തുകൊണ്ടാണ് നേരത്തെ പോലെ ഒരു ഇൻട്രോ വീഡിയോസൊന്നും ഇടാതിരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു. എൻ്റെ മൈക്ക് കംപ്ലൈൻ്റ് ആണ്. ഞാനിനി ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ വരും. സ്റ്റാൻഡ് വെച്ച് ചെയ്യുമ്പോഴേക്കും എൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കാനില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഞാൻ ഇൻട്രോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തായാലും ഇപ്പം എൻ്റെ മുഖം കാണാതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇത് വിചാരിച്ചാണ് ഞാൻ ഇന്ന് മുഖം കാണിച്ചൊരു ഇൻട്രോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻട്രോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത സോങ് ഏതാണെന്ന് വെച്ചിട്ട്, ഒരു സോങ് അല്ല, നമ്മുടെ ആന്തുപൊട്ട് എന്ന മൂവിയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെ എന്ന സോങ്ങിൻ്റെ ഇൻട്രോ കോറസ് പോർഷൻ മാത്രമാണ് ഞാനിന്ന് വയലിനിൽ പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു നൊട്ടേഷൻ തന്നെ ഒത്തിരി ഉണ്ട്. അപ്പം ഈ ഒരു സോങ് ഞാൻ വേറെ സെപ്പറേറ്റ് ട്യൂട്ടോറിയൽ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു നൊട്ടേഷൻ മാത്രം, അല്ലെങ്കിൽ ഒരു കോറസ് പോർഷൻ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിൽ കൂടി നല്ല രീതിയിൽ വായിക്കാൻ പറ്റും. സ്വരങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഗാ 1 ഗാ 2 എന്നുള്ള സ്വരങ്ങളൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റും. സ്വരം അറിയത്തില്ല എന്നുണ്ടെങ്കിലാണെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ ലേൺ സ്വരംസ് ഓൺ വയലിൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് സ്വരങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ട് വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വയലിൻ ട്യൂട്ടോറിയലിലേക്ക് പോകാം. അപ്പോൾ ഈ സോങ് തുടങ്ങുന്നത്, ആ ഇൻട്രോ പോർഷൻ തുടങ്ങുന്നത് എങ്ങനെയാണ് നമുക്ക് ഫസ്റ്റിലേ നോക്കാം. ഓക്കെ, പ്ലെയിൻ ആയിട്ടാണ്. ആദ്യമേ സ സ സ സ സ സ, നെക്സ്റ്റ് പ പ പ പ പ പ, അതിനുശേഷം നീ 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 എന്നുള്ളത് നീ 2 ആണ്. അതും നമ്മുടെ തേർഡ് സ്ട്രിങ്ങിലെ നീ 2 ആണ്. ഓക്കെ, കണ്ടോ, നീ നമ്മൾ ഇവിടെ വായിക്കുന്നത് നീ തന്നെയാണ് തേർഡ് സ്ട്രിങ്ങിൽ വായിക്കുന്നത്. നീ 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 ധ ധ ധ ധ ധ ധ എന്നാണ്. അപ്പം ധ 1 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ധ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് ധ വായിച്ചതെങ്കിൽ, ധ 1 വായിച്ചതെങ്കിൽ ഇനി നെക്സ്റ്റ് തേർഡ് സ്ട്രിങ്ങിലാണ്. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അതിനുശേഷം ഗ 1 ആണ്. ഓക്കെ, അതിനുശേഷം ഓക്കെ, അത് ഞാൻ ഓരോ ബോവിതും പറഞ്ഞുതരാം. സരി ഗരി ഗ മ ഗരി സ രി ഗ രി, ഗ 1 ആണ്. സരി ഗരി ഗ മ ഗരി. ഓക്കെ, അതിനുശേഷം ഗരി സരി സാ നീ ധനി, സാ നീ ധനി. നീ ധനി എന്നുള്ളത് തേർഡ് സ്ട്രിങ്ങിലാണ്. അതും ധ 2 ആണ്. നീ 1 ആണ് കേട്ടോ. എന്തായാലും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കാണത്തില്ല. ഓക്കെ, ഒന്നൊന്ന് വായിച്ചു നോക്കാം. സരി ഗരി ഗമ ഗരി ഗരി സരി സനി ധനി. അതിനുശേഷം ഓക്കെ, അതെങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കാം. മ പ ധ പ, മ പ ധ പ ധ 1 ആണ്. ധ നീ ധ പ, നീ 2 ആണ്. ധ 1 ആണ്. ഓക്കെ, മ പ ധ പ ധ നീ ധ പ ധ പ മ പ മ ഗരി ഗ. ഓക്കെ, മ പ ധ പ ധ നി ധ പ ധ പ മ പ മ ഗരി ഗ. അതും 2 വട്ടം വായിക്കണം. അതിനുശേഷം മ പ പ പ സ നി നീ 2 ആണ്. ഓക്കെ, അതിനുശേഷം
മ പ പ പ രി സ സ സ രി രി ടു ആണ്. ആദ്യമേ എങ്ങനെയായിരുന്നു? മ പ പ പ സ നി 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 മ പ പ പ രി സ സ സ. ശേഷം മ പ പ പ ഗ രി രി രി. ഗ എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ റീ വെച്ചില്ല, ഹൈ നോട്ടിൽ റീ വെച്ചു, അതിൻ്റെ തൊട്ടടുത്തുള്ള ഫിംഗറാണ് ഗ. ഓക്കെ, ഇതാണ് ഗ. മ പ പ പ ഗ രി രി രി. ശേഷം അപ്പം നമ്മൾ ഗായും റീയും വെച്ചില്ലേ, അപ്പം നെക്സ്റ്റ് നമ്മുടെ സ്മോൾ ഫിംഗർ ഇത്രയും ഡിഫറൻസിൽ വെക്കുന്നതാണ് മ എന്നുള്ള സ്വരം. ഓക്കെ, അപ്പം മ പ പ പ മ ഗ ഗ ഗ. ഒന്ന് ഇത്രയും ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം മാ ഇവിടെയാണ് വെക്കുന്നതെന്ന് അറിയാമല്ലോ, അപ്പം അതിനുശേഷം മാ നമ്മൾ ഇവിടെ തന്നെ വെക്കാം. മാഗരീക 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 മാഗരീക. അപ്പം മാഗരീക എന്ന് 4 വട്ടം വായിക്കുക. ശേഷം ഗരി സരി, ഗരി സരി ഗരി സരി ഗരി സരി എന്ന് 4 വട്ടം വായിക്കുക. ഗയുടെ ഫിംഗർ ചെയ്യാന്ന് പറഞ്ഞാൽ റീയുടെ തൊട്ടടുത്ത് വെക്കും. ഇത് റീയുടെ തൊട്ടടുത്ത് വെക്കുന്നതാണ് ഗ. അതിനുശേഷം വീണ്ടും നേരത്തെ 4 വട്ടമാണ് മകരിക വായിച്ചത്, ഇപ്പം 2 വട്ടമാണ് വായിക്കേണ്ടത്. മകരിക എന്ന് 2 വട്ടം വായിക്കുക. ശേഷം ഗരി സരിന്ന് 2 വട്ടം വായിക്കുക. ഓക്കെ, ഇത്ര ഒന്ന് ഒരുമിച്ച് വായിക്കാം. ഓക്കെ, അതിനുശേഷം ഇതെങ്ങനെ വായിക്കണ്ടേന്ന് നോക്കാം. സാരി രീ ഗ ഗാവണ്ണാണ്. ശേഷം ഗ മ മ പ ഗ ഗാവണ്ണാണ്. ശേഷം പ നീ നീ സ നീ നീറ്റു ആണ്. സാരി രീ ഗ വെക്കേണ്ട പൊസിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. സാരി രീ ഗ ഗ മ മ പ പ നീ നീ സ. ശേഷം സാരി രീ ഗ സരി സ. അതൊരുപോലെ വായിക്കാൻ നോക്കാം. സരി സ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വയലിൻ ട്യൂട്ടോറിയൽ ഇത്ര മാത്രമേ ഉള്ളൂ. സിമ്പിൾ നോട്ട്സ് ആണ്, ഹയർ നോട്ട് വരുന്നുണ്ട്, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വായിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വായിക്കാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വയലിൻ ട്യൂട്ടോറിയലായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും. അതുവരയ്ക്കും ബൈ.